സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രേവതിയെ ചന്ദ്ര എപ്പോഴും പൈസയില്ലാത്ത വീട്ടിൽ നിന്ന് വന്ന മരുമകളെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണല്ലോ. ബാക്കി രണ്ട് മരുമക്കളും പണക്കാരുടെ വീട്ടിലെ മക്കളാണ്. രേവതി മാത്രമാണല്ലോ ഇച്ചിരി പൈസ കുറഞ്ഞ വീട്ടിൽ നിന്നും മരുമകളായി വന്നു കയറിയത്. അതും പറഞ്ഞ് ചന്ദ്ര രേവതി അപമാനിക്കാത്ത ദിവസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ അപമാനങ്ങളിൽ നിന്നൊക്കെ രേവതി മുക്തി നേടുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. നമ്മുടെ രേവതിക്ക് സ്വത്തുക്കളൊക്കെ വന്നു ചേരുവാണ്. അത് വേറെ ആരും വഴിയല്ല, നമ്മുടെ അച്ചമ്മ വഴിയാണ് വരുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചമ്മക്ക് 80-ാം പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ചമ്മയുടെ നാട്ടിലോട്ട് വന്ന് എല്ലാവർക്കും കൂടി അവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓരോ ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് മാറുവാണ്. കാരണം ശ്രുതിയൊക്കെ ഷോപ്പ് തുടങ്ങിയല്ലോ, അവർക്ക് ഷോപ്പ് പൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നും ശ്രുതിക്കും തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നാട്ടിലോട്ട് പോകുന്നതൊക്കെ ഒഴിവാക്കുവാണ്. അപ്പോൾ സച്ചിയും രേവതിയും പറയുന്നുണ്ട്, അച്ഛൻ വന്ന് ഇങ്ങോട്ട് വാ, 80-ാമത്തെ പിറന്നാൾ നമുക്കിവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കാമെന്ന് പറയുവാണേ. അപ്പോൾ ഇത് നമ്മുടെ ചന്ദ്രക്ക് പിടിക്കുന്നില്ല. ചന്ദ്ര പറയും, ഓ എനിക്കിട്ട് പണി തരാൻ വേണ്ടി രേവതി നോക്കി നടക്കുക, അച്ഛമ്മ ഇപ്പോൾ പോയേ ഉള്ളൂ, വീണ്ടും വിളിച്ച് വരുത്തുവാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രക്ക് ഇങ്ങോട്ട് ദേഷ്യം കയറുവാണേ. പക്ഷെ ചന്ദ്ര അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, കാരണം അച്ഛമ്മ വന്നാൽ അതറിയുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം അച്ഛമ്മ പറയുന്നുണ്ട്, എന്നാൽ 80-ാമത്തെ പിറന്നാൾ ഞാൻ അവിടെ വന്നിട്ട് നന്നായിട്ട് ആഘോഷിക്കാം, ആരും ഒന്നും വേണ്ടടാ, എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ആ ദിവസം വന്നെത്തി 80-ാം പിറന്നാളിൻ്റെ അച്ചമ്മ വരുവാണ്. അച്ചമ്മ വന്നിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്, എൻ്റെ പിറന്നാളിന് എൻ്റെ മനസ്സ് തൊടുന്ന പോലൊരു ഗിഫ്റ്റ്, എന്നെ സന്തോഷപ്പെടുത്തുന്ന ഒരു ഗിഫ്റ്റ് തരുന്നത് ആരാണോ അവർക്ക് ഞാൻ വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം അങ്ങോട്ട് തരും എന്ന് പറയുവാണേ. ഇത് കേൾക്കുന്നതും എല്ലാ പൈസക്കൊതിയന്മാരുടെ കണ്ണൊക്കെ തള്ളുവാണ്. ചന്ദ്രയുടെ, ശ്രുതിയുടെ, സുധിയുടെ. ഓ എന്താണാവോ ആ വിലമതിക്കാനാവാത്ത ഗിഫ്റ്റ് അച്ഛമ്മ തരാൻ പോകുന്നത്, സ്വത്തുക്കളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരിക്കണേ അവർ. ഈ സച്ചിയും രേവതിയും അച്ഛമ്മയുടെ 80-ാമത്തെ പിറന്നാളിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അച്ഛമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയുണ്ട്, അത് മേടിച്ചു കൊടുക്കാനായിരുന്നു സച്ചിയുടെ മനസ്സിൽ. പക്ഷേ അതിൻ്റെ ഒരു വിശേഷങ്ങൾ പറയുന്നൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രേവതിയുടെ സ്വർണ്ണങ്ങളെടുത്ത് വിറ്റിട്ട് ഈ സ്വർണ്ണം അച്ചമ്മക്കുള്ള സ്വർണ്ണം മേടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ വേറൊരു വീഡിയോയിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം സച്ചി അവിടെ വെച്ച് പറ്റിക്കപ്പെടുവാണ്. കാരണം കവറിങ് ആഭരണങ്ങളാണ് ചന്ദ്ര രേവതിയുടെ സ്വർണ്ണങ്ങളാണെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സച്ചിക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും മേടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സച്ചി ആലോചിക്കും, എൻ്റെ അച്ചമ്മക്ക് ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ള ഭയങ്കര ടെൻഷനിലാണ് സച്ചി. നമ്മുടെ ശ്രുതി ആവട്ടെ എങ്ങനെയെങ്കിലും അച്ചമ്മേനെ ഇമ്പ്രസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂടി പോയിട്ട് നല്ല അടിപൊളി സ്വർണ്ണമാല, അതും നല്ല നവരത്നങ്ങളുടെ മാലയാണ് മേടിക്കുന്നത് അച്ചമ്മക്കായിട്ട്. അച്ചമ്മക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് മേടിക്കുകയാണത്. ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അച്ചമ്മേനെ പിറന്നാൾ ദിവസം നല്ല ഗംഭീരമായിട്ട് ഒരുക്കുവാണ്. അച്ചമ്മ നല്ലപോലെ പളപളാന്ന് മിനുങ്ങുന്ന ടൈപ്പ് ആവുന്നുണ്ട് ശ്രുതിയുടെ മേക്കപ്പിൽ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്ത് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ശ്രീകാന്തിൻ്റെ സ്പെഷ്യലായിട്ട്, അതായത് ഏത് പ്രായക്കാർക്കും മധുരമൊന്നും അധികം ഇടാത്ത ടൈപ്പ് ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കുവാണ് ശ്രീകാന്ത്. അച്ചമ്മക്ക് വേണ്ടി മാത്രം, അച്ചമ്മയുടെ പിറന്നാളിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുവാണ് ശ്രീകാന്ത്. അതുപോലെ തന്നെ നമ്മുടെ വർഷ എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഫോണാണ് അച്ചമ്മക്ക് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും അച്ചമ്മേനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുവാണ്. ഇത് മാത്രമല്ലോട്ട്, ഇവർ മാത്രമല്ല നമ്മുടെ ചന്ദ്രയും ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണ്. കാരണം അച്ചമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ വിലമതിക്കാനാവാത്ത സമ്മാനം താൻ തന്നെ മേടിക്കുന്നുള്ള വാശിയാണ് ചന്ദ്രക്ക്. പക്ഷെ ചന്ദ്ര കാശ് കൊടുത്ത് മേടിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. ചന്ദ്ര അതിലൊരു തട്ടിപ്പ് നടത്തുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാമയുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു വലിയൊരു TV ഉണ്ട്. അത് ചന്ദ്ര എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബാമേനെ വിളിച്ചിട്ട് പറയും, ബാമേ ആരും അറിയാതെ ആ TV പുതിയതുപോലെ എനിക്കൊന്ന് പാക്ക് ചെയ്ത് തരണം, ഇവിടെ അച്ചമ്മേനെ എനിക്കൊന്ന് ഞെട്ടിക്കണം, അച്ചമ്മയുടെ കയ്യിൽ നിന്ന് ആ സമ്മാനം ഞാൻ തന്നെ മേടിക്കും എന്നൊക്കെ ബാമയെ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചിട്ട് ബാമ്മയുടെ വീട്ടിൽ ആ TV ചന്ദ്ര പുതിയ TV ആയിട്ട് ഗിഫ്റ്റാക്കി കൊണ്ടുവരുവാണ് അച്ചമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് അച്ചമ്മക്ക് കൊടുക്കാൻ വേണ്ടി റെഡിയായിരിക്കുവാണേ. പിറന്നാൾ ദിവസം ആവട്ടെ സച്ചിയാണെങ്കിൽ കാണുന്നില്ല. രേവതിക്കൊക്കെ ഭയങ്കര ടെൻഷൻ, ഈ സച്ചിയേട്ടൻ ഇതെവിടെ പോയി, കേക്ക് മുറിക്കുന്ന ടൈം ആയല്ലോ. അപ്പോൾ നമ്മുടെ സുധിയും ചന്ദ്രയൊക്കെ അപമാനിക്കുന്നുണ്ട്. അവൻ വന്നിട്ട് എന്തിനാ, അവൻ എന്ത് ഗിഫ്റ്റ് കൊണ്ടുവരാനാ, അവനൊന്നും കൊടുക്കാൻ പോകുന്നില്ല അച്ചമ്മക്ക്, അവൻ്റെ കയ്യിൽ എവിടെ നിന്നാ കാശെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പുച്ഛിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ സച്ചിനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അച്ചമ്മ പറയുന്നുണ്ട്, സച്ചി വന്നിട്ടേ കേക്ക് മുറിക്കൂ, കാരണം എനിക്ക് എൻ്റെ മക്കളെല്ലാവരും എൻ്റെ കൂടെ വേണം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ അച്ചമ്മയുടെ നിർദ്ദേശപ്രകാരം കുറച്ച് നേരമൊക്കെ കാത്തിരിക്കുകയെ. അപ്പം നമ്മുടെ സച്ചി കയറി വരുവാണ്. സച്ചിയുടെ കയ്യിലൊന്നുമില്ല, സച്ചി വെറും കൈയോടെയാണ് കയറി വരുന്നത്. അപ്പോൾ
അച്ചമ്മ ചോദിക്കുന്നുണ്ട്, സച്ചി നീ എനിക്ക് എന്താ മേടിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഞാനൊന്നും മേടിച്ചോണ്ട് വന്നില്ല അച്ചമ്മയെന്ന് പറയുവാണേ. അപ്പോഴേക്കും സുധി പറയും, അത് നമുക്കറിയാലോ, നീ എങ്ങനെ മേടിക്കാനാ, നീ ഈ ഓട്ടോ ഓടുന്ന കാർ ഡ്രൈവറായ നിനക്ക് ഒരു സ്വർണ്ണമാല രേവതിക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സാധനങ്ങൾ പോലും നീ മേടിച്ചു കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ അച്ചമ്മക്കൊരു ഗിഫ്റ്റ് മേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പുച്ഛിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ സച്ചി പറയും, അച്ചമ്മേ ഞാനൊന്നും മേടിച്ചിട്ടില്ല, പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മക്ക് കാര്യം മനസ്സിലായിട്ടില്ല. കൊണ്ടുവന്നിട്ടുണ്ടെന്നോ, എന്തു കൊണ്ടുവന്നിട്ടുണ്ടെന്ന്? അപ്പോൾ തന്നെ സച്ചി പറയുവാണ്, എല്ലാവരും അകത്തോട്ട് കയറി വാ, അകത്തോട്ട് കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പുറത്ത് നിന്ന് രണ്ട് അമ്മൂമ്മമാർ വരുവാണേ. അവരെ കാണുന്നതും നമ്മുടെ അച്ചമ്മയുടെ കണ്ണൊക്കെ കൂടെ നിറയുവാണ് സന്തോഷം കൊണ്ട്, അവരുടെ കണ്ണും നിറയുവാണ്. അച്ചമ്മയുടെ സന്തോഷം കാണുമ്പോഴേക്കും സച്ചിയുടെ മനസ്സും നിറയുന്നുണ്ട്. പക്ഷെ ആർക്കും കാര്യം മനസ്സിലാവുന്നില്ല, ആരാണ് ഈ രണ്ടുപേര് വന്നിരിക്കുന്നത്? അച്ചമ്മയ്ക്ക് ഏതോ വേണ്ടപ്പെട്ടവരാണ്. സുധിയൊക്കെ ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ആരാ അമ്മ ഇത്, ഈ സച്ചി ആരെയാ ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കറിയോ ഇത് ആരെയാ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അച്ചമ്മയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, കണ്ണ് നിറഞ്ഞിട്ട് ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചിട്ട്, വാ വാ അകത്തോട്ട് വാ, എത്ര നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്, ഇനി ഒരു ദിവസം എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല, എൻ്റെ മനസ്സ് നിറഞ്ഞു, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് അവരെ ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അച്ചമ്മേ ആരാ ഇതെന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, രേവതി മോളെ ഇതെൻ്റെ പഴയ, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ആ 8ാം ക്ലാസ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, ഇവരെ ഇനി എനിക്ക് കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവരെ എന്നും എൻ്റെ മനസ്സിൽ വരാറുണ്ട്, പക്ഷെ എങ്ങനെ കാണാനാ, ഇവരെ ഞാൻ എവിടെ ചെന്ന് തപ്പിപ്പിടിക്കാനാ, ഇനി ഒരിക്കലും ഇവരെ കാണില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ഇവരിതാ എൻ്റെ മുമ്പിൽ വീണ്ടും എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ കരയുവാണേ. അച്ചമ്മയുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ മനസ്സൊക്കെ നിറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ചമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമായില്ലെന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയും, സന്തോഷമായെന്നോ, എനിക്ക് എന്തു പറയണമെന്നറിയില്ലട മോനെ എന്ന് പറഞ്ഞ് സച്ചിയെ കെട്ടിപ്പിടിക്കുവാണ്. ഇവരുടെ ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ഗിഫ്റ്റൊക്കെ അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നല്ലോ അവർ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയും, ഏതായാലും എല്ലാവരും വന്നല്ലോ, ഇനി നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിൽ കേക്ക് മുറിക്കുവാണേ. എന്നിട്ട് എല്ലാവരും അവരവരുടെ ഗിഫ്റ്റൊക്കെ അച്ചമ്മക്ക് കൊടുക്കുന്നുണ്ട്. സച്ചിയുടെ ഗിഫ്റ്റ് ഇവരാണ്, ഈ അച്ചമ്മയുടെ സുഹൃത്തുക്കളായാണ് സച്ചി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രേവതി എന്ത് ചെയ്യുന്നു വെച്ചാൽ, അച്ചമ്മയുടെ കുറച്ച് വീഡിയോ ദേവുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുകയെ അത് TV-യിൽ പ്ലേ ചെയ്ത് കാണിക്കുവാണ്. അതായത് അച്ചമ്മയുടെ ഉപദേശങ്ങളും ഭാവിയിലേക്കുള്ള യുവതലമുറക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ ആയിരുന്നു അത് എല്ലാവരുടെയും മുമ്പിൽ TV-യിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും അച്ചമ്മക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ശ്രുതി പറയും, അച്ചമ്മയെ നമുക്ക് സമയമായി, ഇനി ഫുഡ് കഴിക്കണ്ടേ, അതിനു മുമ്പ് സമ്മാനം, അച്ചമ്മയുടെ ആ മതിക്കാനാവാത്ത സമ്മാനം അത് ആർക്കാ കൊടുക്കുന്നതെന്ന് പറയാന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സ് നിറച്ചു, എൻ്റെ ശ്രുതി ആയാലും വർഷയായാലും ശ്രീകാന്ത് ആയാലും എന്തിന് എൻ്റെ മരുമോള് ചന്ദ്ര വരെ എനിക്കൊരു സമ്മാനം തന്നില്ലേ, ഇനി നാട്ടിൽ എനിക്ക് വലിയ TV-യിലിരുന്നോ സീരിയലും സിനിമയൊക്കെ കാണാമെന്ന് അച്ചമ്മ പറയുവാണേ. അതുപോലെ തന്നെ ശ്രുതിയും പൊക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം എന്നെ മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സുന്ദരിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ എല്ലാവരും ഈ ഗിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അതിൻ്റെ ഇടയിൽ അച്ചമ്മക്കാണെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിച്ച് മതിയാവുന്നില്ല, കാരണം അവർ പണ്ട് തൊട്ടേയുള്ള വിശേഷങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ പങ്കുവെക്കുവാണ്. അത് കാണുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ്റെയൊക്കെ മനസ്സ് നിറയുന്നുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, അവർക്ക് മുമ്പിൽ, കൂട്ടുകാർക്ക് മുമ്പിൽ മക്കളെയും മരുമക്കളെയും അതുപോലെ തന്നെ മരുമകളെയും എല്ലാവരെയും പരിചയപ്പെടുത്തി, കൊച്ചുമക്കളെയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അച്ചമ്മയുടെ മനസ്സങ്ങനെ നിറഞ്ഞിരിക്കുവാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാലോ അച്ഛമ്മ ആർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന്. അവസാനം നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, എല്ലാവരും തന്ന ഗിഫ്റ്റ് എനിക്ക് വിലമതിക്കാനാവാത്തത് തന്നെയാണ്, പക്ഷേ പൈസക്കൊന്നല്ല വില, നമ്മുടെ ബന്ധങ്ങൾക്കാണ് വിലയെന്ന് എൻ്റെ സച്ചി മോന തെളിയിച്ചത്. എൻ്റെ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ 2 സുഹൃത്തുക്കളെ സച്ചി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ രേവതി മോള്, ഇനി ഞാൻ ഈ ലോകത്തില്ലാതായാലും എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു ഉപദേശങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോയിലൂടെ ഞാനിനി എന്നും ജീവിക്കും എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് നിറച്ചത് എൻ്റെ സച്ചിയും രേവതിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആ വിലമതിക്കാനാവാത്ത സമ്മാനം ഇവർക്ക് കൊടുക്കുവാന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയുടെയും ശ്രുതിയുടെയൊക്കെ കണ്ണ് തള്ളുവാണ്. കാരണം എന്താണ് വിലമതിക്കാനാവാത്ത സമ്മാനം എന്ന് ഇവർക്കറിയില്ലല്ലോ. എന്നിട്ട് പറയും, നിൽക്ക് ഞാനിപ്പോൾ വരാം, ഞാൻ എൻ്റെ ബാഗ് എടുത്തോണ്ടും വറ്റെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയിട്ട് ഒരു പെട്ടിയുമായിട്ട് വരുവാണേ. നല്ല
ഒരു പഴയ പെട്ടിയാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു സ്വർണ്ണങ്ങളാണ് അച്ചമ്മ കൊണ്ടുവരുമെന്നെന്ന്. ശ്രുതിക്കൊക്കെ ഇങ്ങനെ ദേഷ്യം വരുവാണ്. കാരണം അതും സച്ചിക്കും രേവതിക്കും തന്നെ പോയല്ലോ. ഈ മത്സരത്തിനും അവൻ തന്നെ ജയിച്ചു. എന്നിട്ട് അച്ചമ്മ പയ്യെ ആ ബോക്സ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെ സമ്മാനം, അതായത് കുടുംബങ്ങളായിട്ട് കൈമാറി വരുന്ന വില പിടിപ്പുള്ള ഒരു സ്വർണത്തിൻ്റെ ഒരു വലിയൊരു ശേഖരമാണ് അത്. എന്നിട്ട് അത് കൊടുത്തിട്ട് പറയുന്നുണ്ട് രേവതിയുടെ കയ്യിൽ, രേവതി മോളെ, ഇത് ഞങ്ങൾ കാലങ്ങളായിട്ട് കൈമാറി വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ്. ഇത് നീ വിൽക്കാനോ ആർക്കും കൊടുക്കാനോ ഒന്നും പാടില്ല. ഇത് നീ തന്നെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ തറവാട്ട് സ്വത്താണ് ഇതെന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഹോ അമ്മ ഏതായാലും അത് നല്ല സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ തന്നെയാണ് അമ്മ ഏൽപ്പിക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കാം എന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, നിങ്ങളാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന എൻ്റെ മകനും മരുമകൾക്കുമാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ സമ്മാനം, ബർത്ത്ഡേ സമ്മാനം കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ വിലമടിക്കാനാവാത്ത സ്വർണം കുടുംബ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സമ്മാനം ഇവർക്ക് കൊടുക്കുവാണ്. രേവതി അത് 2 കൈയും കൊണ്ട് സ്വീകരിച്ച് കണ്ണിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് പൂജാമുറിയിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. കാരണം അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് പൂജാമുറിയിൽ വെച്ച് സൂക്ഷിക്കണം. അതിലൊരു ലോക്കറ്റ് ഉണ്ടാവും ഈ കുടുംബങ്ങളായിട്ട്. ആ ലോക്കറ്റിനെ വർഷത്തിൽ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ രേവതിക്ക് കൊടുക്കുന്നുണ്ട്. രേവതി പറയും, അതൊക്കെ ഞാൻ ചെയ്തോളാം അച്ചമ്മേ, ഇതെനിക്ക് വിലമതിക്കാനാവാത്ത സമ്മാനം തന്നെയാണ്. കാരണം അച്ചമ്മ സൂക്ഷിച്ചിരുന്ന ഒരു സാധനമല്ല എനിക്ക് തരുന്നത്, അത് ഞാൻ എൻ്റെ പൊന്നു പോലെ എൻ്റെ ജീവൻ പോലെ ഞാൻ സൂക്ഷിക്കുമെന്ന് രേവതി പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും അച്ചമ്മയുടെ മനസ്സൊക്കെ നിറയുവാണ്. ചന്ദ്രക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം അച്ചമ്മയുടെ മോൻ്റെ ഭാര്യയായ എനിക്ക് കുടുംബസ്വത്ത് തന്നില്ല, അത് ആ ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന്, പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്ന് കയറി വന്ന ആ രേവതിക്ക് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രഭാമയോട് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ദേ കണ്ടല്ലോ, എൻ്റെ അതായത് ഞങ്ങൾ കൈമാറി വരുന്ന എൻ്റെ കുടുംബത്തിൻ്റെ സ്വത്താണ് ഞാൻ ഈ രേവതിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ആരും ഈ രേവതി മോളെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കയറി വന്നു എന്ന് പറഞ്ഞു പോകരുത്. കാരണം ഇന്ന് രേവതി എല്ലാം ഉള്ളവളാണ്, രേവതി ഐശ്വര്യമുള്ളവളാണ്, അവൾക്ക് സ്നേഹമുള്ളൊരു മനസ്സുണ്ട്. ആ മനസ്സാ പൈസയെക്കാളും ഉപരി വേണ്ടത്. എല്ലാവരും രേവതിയെ കണ്ട് പഠിക്കണം എന്നൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബന്ധങ്ങൾക്ക് എന്ത് വില കൽപ്പിക്കണം, എവിടെ നിർത്തണം, ആരെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം, എങ്ങനെ നോക്കണം എന്നൊക്കെ എൻ്റെ രേവതി മോൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ അവളൊന്നും ദുരുപയോഗം ചെയ്യില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സുരക്ഷിതമായിട്ടുള്ള കൈകളിലോട്ട് എൻ്റെ ഈ കുടുംബ സ്വത്ത് ഏൽപ്പിക്കുന്നത്. ചന്ദ്രേ, ഇനി ഒരിക്കൽ പോലും നീ അവളെ മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. കാരണം അറിയാലോ, ഞങ്ങളുടെ കുടുംബമായിട്ട് കൈമാറി വരുന്നത് അവളുടെ കയ്യിൽ ഇരിക്കുന്നത്. അവളെ വിഷമിപ്പിച്ച അതിൻ്റെ ഫലം എന്തായാലും നിനക്ക് കിട്ടിയിരിക്കും എന്നൊരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചന്ദ്ര ഇത് കേട്ടൊന്നും മിണ്ടുന്നില്ല. കാരണം ചന്ദ്രക്ക് അച്ചമ്മേനെ പേടിയാണല്ലോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് ചന്ദ്രക്ക് നല്ലോണം അറിയാം. ഏതായാലും അന്നത്തെ ദിവസം നമ്മുടെ അച്ചമ്മ നല്ല സന്തോഷത്തിലാണ്. കാരണം അച്ചമ്മക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു ആ കൂട്ടുകാർ. അവരെ കാണാൻ പറ്റിയല്ലോ. അവരായിട്ട് പഴയ വിശേഷങ്ങളും ഇപ്പോഴത്തെ വിശേഷങ്ങളും എല്ലാം അച്ചമ്മ പങ്കുവെച്ചിട്ടുണ്ട്. അച്ചമ്മയുടെ സന്തോഷം കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിൻ്റെയും രേവതിയുടെയും രവീന്ദ്രൻ്റെയും മനസ്സും നിറയുന്നുണ്ട്. അതായിരുന്നു അച്ചമ്മക്ക് 80ാം പിറന്നാളിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമെന്ന് രേവതി സച്ചിയോട് പറയുന്നുണ്ട്. കാരണം പൈസ ഇല്ലാത്തത് കാരണം സച്ചി ഒരുപാട് വിഷമിച്ചായിരുന്നു. സച്ചിക്ക് 60ാം പിറന്നാളിന് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സച്ചിയുടെ കയ്യിൽ അന്ന് പൈസയോ ജോലിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കൊടുത്തില്ല. 80ാം പിറന്നാളിന് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഒരു സ്വർണ്ണമാല ഇടാനാണ് വിചാരിച്ചത്. പക്ഷേ അതും നടന്നില്ല. അതിൻ്റെ പുറകിലും ഒരുപാട് കഥകളുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം സ്വർണം കവറിങ് ആഭരണങ്ങളായി മാറിപ്പോയ കഥകൾ. അപ്പോൾ ഏതായാലും സ്വർണ്ണങ്ങളായിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിലും അച്ചമ്മയുടെ മനസ്സ് നിറക്കുന്ന ഒരു സമ്മാനം തന്നെ നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ സാധിച്ചു. അതിൽ അച്ചമ്മക്കും ഭയങ്കര സന്തോഷം, രവീന്ദ്രനും ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ 80ാം പിറന്നാൾ അതിഗംഭീരമായിട്ട് തന്നെ ചന്ദ്രോദയത്തിൽ വെച്ച് ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.